പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനം. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച ഈശോ ഒരു മനുഷ്യൻ കടന്നുപോയ എല്ലാ വികാര വിചാരങ്ങളിലൂടെയും കടന്നുപോയ ദൈവമാണ്. സുവിശേഷങ്ങളിൽ പലയിടത്തും ഈശോ നെടുവീർപ്പെടുന്നതും കണ്ണീർ പൊഴിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചനത്തിൽ ഈശോ ദുഃഖിച്ചു എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുക. എന്തുകൊണ്ടാണ് ഈശോ ദുഃഖിച്ചത്? മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തെ പ്രതിയാണ് ഈശോ ദുഃഖിച്ചത്. കാരണം കഠിനതകളെ കർത്താവ് അത്രയേറെ വെറുക്കുന്നു. ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനമാകുമ്പോൾ പതിയെ പതിയെ ആ വ്യക്തി തൻ്റെ ഉള്ളിലെ കാഠിന്യത്തെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കും. ഒരാളിലെ ഹൃദയ കാഠിന്യം ഒരു കുടുംബത്തെ ആകമാനം അസ്വസ്ഥതയിലേക്ക് തള്ളിവിടും. ഈ ഒരു അവസ്ഥയെ പ്രതിയാണ് ഈശോ ദുഃഖിക്കുന്നത്. നമ്മിലെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മോട് പറയും, നിന്റെ കഠിനതയിൽ നിന്നും നീ പുറത്തേക്ക് വരിക. അപ്പോൾ എൻ്റെ പ്രവൃത്തികളെ കാണാനും തിരിച്ചറിയുവാനും നിനക്ക് സാധിക്കും. കഠിനതയുടെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഈശോയുടെ തിരുരക്തം നമ്മളെയും കുടുംബത്തെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.